നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, ചാലക്കുടി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു. അവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല ക്ഷേത്രം വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നാണ്. ശബരിമല ക്ഷേത്രത്തിന് നേരെ വലിയ വെല്ലുവിളികളുണ്ട്. ക്ഷേത്രം തകർക്കാൻ ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് കർശനമായ സുരക്ഷ ഏർപ്പെടുത്തണം എന്നാണ്. അതായത് സായുധ പോലീസിന്റെ സുരക്ഷ ശബരിമല ക്ഷേത്രത്തിന് ഏർപ്പെടുത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയുമാണ്. കോടാനുകൂടി ഭക്തർ വരുന്ന ഒരു സ്ഥലമാണ്, തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പക്ഷേ എന്തൊക്കെ ഭീഷണിയാണ് ശബരിമല ക്ഷേത്രത്തിന് നേരെ ഉയരുന്നത്? ഹിന്ദു ഐക്യവേദി ഏതൊക്കെ വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ ശബരിമല മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം തന്നെ, ഇപ്പൊ ഗുരുവായൂർ അടക്കമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയെയും ഇതുപോലുള്ള സുരക്ഷാ വീഴ്ചയും നേരിടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും നമ്മൾ എപ്പോഴും വാർത്തകളിൽ വരുന്ന കാര്യമാണ് ശബരിമല. എന്നൊക്കെ ശബരിമലയിലെ നമ്മുടെ സമയം, ശബരിമലയിലെ തീർത്ഥാടന കാലമാകുന്നു, ആ സമയത്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. അതൊരു അജണ്ട തന്നെയാണ്. പക്ഷെ അതിനപ്പുറം ക്ഷേത്രത്തിന്റെ സുരക്ഷ, ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷ എന്നതിനെ സംബന്ധിച്ച് ഗൗരവകരമായ ആശങ്ക കൂടി ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മള് ശബരിമല പറയുമ്പോൾ ഗുരുവായൂരിനെ മറന്നുകൂടാ. ഗുരുവായൂരിൽ കഴിഞ്ഞ വളരെ കുറച്ച് ക്ഷേത്രങ്ങളെല്ലാം തന്നെ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഗുരുവായൂരിൽ ഒരു ഈദ് മുബാറക്ക് എഴുതി ചോക്ലേറ്റുമായി ഒരാൾ വന്നതും അവിടുത്തെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വന്നു എന്നുള്ളതല്ല, കാശ്മീരി യുവാവ് വന്നു. അത് കഴിഞ്ഞ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. കാശ്മീരി യുവാവിനെ മാനസിക രോഗിയാണ് എന്ന് സംശയിച്ച് പോലീസ് വിട്ടയച്ചു. അത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അതിന് മുമ്പ് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, അയാളുടെ ഗുഹഭാവത്തെ രോമം അവിടുത്തെ കൃഷ്ണ തുളസിയുടെ അത് മാനസിക രോഗമാണ്. ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് ജാമ്യമില്ലാ കേസ്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോ ഹിന്ദു ഐക്യവേദി പറയുന്ന ആശങ്ക രേഖപ്പെടുത്താനുള്ള ചില സാഹചര്യങ്ങൾ കൂടി അവർ വ്യക്തവും കൃത്യമായി പറയുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് നിരന്തരം ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയെ കുറിച്ചാണ്. ആ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ഇടയ്ക്കാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ 3-4 തവണ അവിടെ കൂടെ പറന്നത്. അത് വളരെ അതിന് അവർ കൊടുത്ത വിശദീകരണം അത് സാങ്കേതിക തകരാറ് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി പറ്റിപ്പോയതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. സാങ്കേതിക തകരാറ് വന്നാൽ ശബരിമലയിൽ മാത്രം സാങ്കേതിക തകരാറ് വരുന്നത് നമ്മൾ അങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ അത് തന്നെയാണ്. അല്ലാതെ സാങ്കേതിക തകരാറെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശബരിമല ക്ഷേത്രത്തിന് മുകളിലെത്തുമ്പോൾ മാത്രം സാങ്കേതിക തകരാറ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായി ഈ ഹെലികോപ്റ്റർ ഒരു തവണ അവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു എയർ ട്രാഫിക് കൺട്രോളിലെ പിഴവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ വരുമ്പോ അല്ല, എയർ ട്രാഫിക് കൺട്രോളിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഏതെങ്കിലും ഒരു ഹെലികോപ്റ്ററോ ഏതെങ്കിലും ഇത് വഴിതെറ്റുവാണെങ്കിൽ അവർക്കത് കൃത്യമായ രീതിയിൽ അറിയാനുള്ള സംവിധാനം എയർപോർട്ടുകളുണ്ട്. ATC-കൾ സ്ഥിരം ഇത് നിയന്ത്രിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അറിയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവിടെ പറഞ്ഞത് എന്തിനാണെന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നത്. പിന്നീട് അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂട്യൂബർ നടയടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരും അറിയാതെ നടക്കലെത്തി റിപ്പോർട്ട് ചെയ്തു. നടക്കലെത്തി ക്ഷേത്രം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെ പലപ്പോഴും ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ ഗുരുവായൂർ നിന്ന് കൃഷ്ണഭക്തി എന്ന് അവകാശപ്പെട്ടു വന്നിരുന്ന സ്ത്രീയെ അവിടെ നിന്ന് ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായി. നമ്മൾ പലതവണ കോടതിയിൽ പോയി പറഞ്ഞിട്ടൊന്നും കേൾക്കാന് അവസാനം പലതവണ കോടതിയിൽ പോയാണ് അവരിപ്പോ വരുന്നില്ല. നമ്മൾ അതിന് കൺസേൺ ആയി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന സ്ഥലങ്ങളും മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നു. അകത്ത് ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കുന്നു. തന്ത്രിയുടെ കാര്യം തന്ത്രിയുടെ പേഴ്സണൽ ആണെങ്കിലും തന്ത്രിയുടെ വീട്ടിൽ പോയി വീഡിയോ എടുക്കുന്നു. എനിക്കിവിടെ എല്ലാവരുമായിട്ട് ബന്ധമാണെന്ന് നാട്ടുകാരെ അറിയിക്കുന്നു. എവിടെയും കയറി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് അഡ്രസ് ചെയ്യുകയായിരുന്നു അന്ന് നമ്മൾ ആ വിഷയത്തിൽ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പൊ യൂട്യൂബർ എന്തിനാണ് ശബരിമല ക്ഷേത്രത്തിൽ അടഞ്ഞു കിടക്കുന്ന സമയത്ത് അവിടെ പോയത് എന്നുള്ളപ്പോ അങ്ങനെ പറയുന്നത് യൂട്യൂബർ വന്നതിനെ കുറിച്ച് ഇത്രയും ഹിന്ദു ഐക്യവേദി ആശങ്ക
ഉയർത്തുന്നതിന് പുറമെ നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറയാം. അത് ഹിന്ദു ഐക്യവേദിയുടെ പ്രമേയത്തിൽ അതൊക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിരവധി തവണ ഞാൻ ഇതൊന്നും പറയുന്നു, നിരവധി തവണ ശബരിമല ക്ഷേത്ര പരിസരത്ത് നിന്ന്, അതായത് ക്ഷേത്രത്തിന്റെ ഒരു നിശ്ചിത കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വലിയ രീതിയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ജലാറ്റിൻ അതായത് ആ പാടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പാലത്തിന്റെ, അതായത് തീർത്ഥാടകർ സഞ്ചരിച്ചു വരുന്ന ഒരു പാലത്തിന്റെ കീഴിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഒരു സ്ഫോടനം നടത്താൻ പര്യാപ്തമായ അളവിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പോലീസ് നൽകുന്ന വിവരങ്ങൾ പറഞ്ഞ ആൾക്കാരെ പാനിക് ആക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. പക്ഷെ ഇതെല്ലാം ഈ രണ്ട് കേസിലും ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതായത് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പോലീസിന് ആകെ ഉണ്ടായിരുന്ന ജോലി മുഖ്യമന്ത്രിമാർക്ക് അതല്ലാതെ അവർക്ക് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലൊക്കെ അവര് ഇടപെടുകയോ കേസ് അന്വേഷണം കാര്യക്ഷമമായിട്ട് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ ഭരണം മാറി. ഇനിയിപ്പോ ഈ പുതിയ സർക്കാർ ഇപ്പൊ പറയാലോ, പണ്ട് മറ്റേത് അവിശ്വാസികളുടെ സർക്കാർ, അതിലേക്ക് വരും. അതിനു മുമ്പ് ഇതൊന്നും പറഞ്ഞു തീർത്തിട്ട് അതിലേക്ക് വരാം. അപ്പൊ അവിടെയാണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി. പക്ഷെ ഇപ്പൊ അതല്ല, വിശ്വാസി. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നീണ്ട ഏതാണ്ട് കെ കരുണാകരൻ പിന്നെ ആണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ ഗുരുവായൂരപ്പ അമ്പലത്തിൽ കയറി തൊഴുത ഒരു മുഖ്യമന്ത്രി. അതിനുശേഷം ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപ്പൊ നീണ്ട 30-31 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ കെ കരുണാകരന് ശിക്ഷയൊക്കെ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിക്കോ അമ്പലത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പക്ഷേ കെ നേനാർക്ക് പ്രവേശിക്കാമായിരുന്നു, വി.എസ്. അച്യുതാനന്ദന് പ്രവേശിക്കാമായിരുന്നു, പിണറായി വിജയന് പ്രവേശിക്കാമായിരുന്നു. അവരെ വേണ്ട, നിങ്ങൾ അവിടെ തൊഴുകയൊന്നും വേണ്ട. എല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ പ്രായശ്ചിത്തം ചെയ്ത് മകനെ വിട്ടു അല്ലെ, എല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ ഈ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ എന്താ മൂന്നാം കൂറ്റുകാരാണ്. അവരുടെയും കൂടി മുഖ്യമന്ത്രിയല്ലേ, അവരും കൂടെ വോട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ ജയിച്ചു മുഖ്യമന്ത്രിയായി. പക്ഷെ അവരുടെ വികാരങ്ങൾക്കോ അവരുടെ വിചാരങ്ങൾക്കോ അവരുടെ സങ്കല്പങ്ങൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യം ഈ പറയുന്ന എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും കൊടുക്കുന്ന അവർക്ക് അതിനകത്ത് കേറാൻ സാധിക്കും. ആചാരപരമായി അവരെതിരായിരുന്നില്ല. അല്ല, ചെയ്യുമായിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം അവർ വേറെ മതവിശ്വാസ അതുകൂടാതെ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 3 മുഖ്യമന്ത്രിമാർക്കും അവിടെ കേറാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ കേറാൻ അനുവാദം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ നീണ്ട 10 വർഷം ഭരിച്ചാണ്. എന്നിട്ടും അതിന്റെ നടക്കൽ പോയിട്ട് ഗോപുരവാതിൽക്കൽ നിന്ന് ഈ ഗീർവാണം എഴുന്നള്ളിച്ചതല്ലാതെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, അത് ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്തതല്ല. ദേവസ്വം മന്ത്രിക്ക് കൈകൂപ്പാൻ അനുവാദമില്ലായിരുന്നു. അത് മാത്രമല്ല, അവിടെ ചെന്ന് നടക്കി നേരെ നിന്ന് കയ്യും കെട്ടി അവിടെ നിന്ന് ഷോ കാണിച്ച് ദേവസ്വം മന്ത്രിയെ നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുരക്ഷാ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നമുണ്ട്. ഇനി ശ്രീല പറയാൻ വന്ന കാര്യം പറഞ്ഞു. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടു. ഇത് മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും ശബരിമലയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടും 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സുരക്ഷ, ആചാരം, സംരക്ഷണം, സ്വത്തിന്റെ സംരക്ഷണം. അതായത് ശബരിമലയിൽ ഒരു SIT, അതുമായി ബന്ധപ്പെട്ട SIT രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും SIT മന്ത്രിയിലേക്കോ ദേവസ്വം പ്രസിഡന്റിലേക്കോ ഒന്നും എത്താതെ അവരുടെ ആൾക്കാരെയല്ല, CPM-ന്റെ ആൾക്കാരെയെല്ലാം സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ചില ആൾക്കാരെ മാത്രം കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതിനകത്ത് അന്വേഷണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നതായിട്ട് പോലും കൃത്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അന്വേഷണം ഇപ്പൊ പുതിയ സർക്കാർ വന്ന സ്ഥിതിക്ക് പുതിയ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തണം.
അതിന് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുത്ത് ഈ കേസിൽ നിന്ന് ഇവരെ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെ നിയോഗിച്ച് അന്വേഷണം നടത്തണം. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൽ ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യവാങ്മൂലം, അതിന്റെ അവസാന വിധി വരെ മുമ്പ് എന്താകുമെന്നുള്ളതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ സത്യവാങ്മൂലം പിൻവലിക്കാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള കഴിഞ്ഞ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാനുള്ള സാധ്യത. ആദ്യ പിണറായി വിജയൻ കൊടുത്തിരുന്ന സത്യവാങ്മൂലം യുവതി പ്രവേശനമാകാമെന്നായിരുന്നുവെങ്കിൽ രണ്ടാമത് ഏറ്റവും ഒടുവിൽ ഇപ്പോ നൽകിയ കിട്ടിക്കഴിഞ്ഞ് ഉള്ള സത്യവാങ്മൂലത്തിൽ അത് ഒരു ഹിന്ദുക്കളുടെ പണ്ഡിതന്മാരുടെ അത് തന്നെയായിരുന്നു BJP-യുടെ നിലപാട്. അതായത് പണ്ഡിതന്മാരും അവിടുത്തെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട ആചാരം പാലിക്കുന്ന ആചാരത്തെ കുറിച്ച് അതെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന രീതിയിലേക്ക് എത്തി. പക്ഷെ ആ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് യുവതി പ്രവേശനം വേണ്ട എന്ന രീതിയിലേക്ക് മര്യാദ പഠിച്ചപ്പോ ജനം മര്യാദ പഠിപ്പിച്ചപ്പോ അപ്പൊ ഈ സർക്കാരിന്റെ തീരുമാനം എന്തായിരിക്കുമെന്നും അതിൽ സർക്കാരിന് ആ സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് പരിപൂർണമായിട്ടും ഉണ്ടായിരുന്ന ആചാരം എന്ന തരത്തിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അവസരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിൽ വാദം പൂർത്തിയായി വിധി പറയുന്ന ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ആചാരം ലംഘിക്കാൻ വന്നവരെ തടഞ്ഞിട്ടുള്ള ഇവിടെ കേരളത്തിലുടനീളം ശാന്തമായി നാമജപ ഘോഷയാത്ര നടത്തിയിട്ടുള്ള ഇതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുള്ള വളരെ ശക്തമായി നാമജപവും മാത്രം നടത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധമെങ്കിലും പലർക്കുമെതിരെ വലിയ രീതിയിലുള്ള കേസ് എടുത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം ഹിന്ദു ഐക്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ കേസുകൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ നേരത്തെ എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ പറഞ്ഞു. കെ മുരളീധരൻ മാത്രമല്ല, നമ്മുടെ റാന്നി MLA അല്ലേ പഴകുളം മധു, അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ കേസുകൾ. അപ്പൊ അതും വേണം എന്ന ആവശ്യം കൂടി ഹിന്ദു ഐക്യം മുന്നോട്ട് വെക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്നത് നല്ലൊരു ആശുപത്രി പത്തനംതിട്ട ജില്ലയിൽ അവിടെ വണ്ടിപ്പെരിയാറിൽ ഒരു മെഡിക്കൽ കോളേജ്, വണ്ടിപ്പെരിയാറിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന കാനനപാത അത് തുറന്നു നൽകണം. അതുപോലെ പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണം. അത് ശബരിമലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഒരു എമർജൻസി ഉണ്ടായാൽ, അല്ലെങ്കിൽ അത് അത്യാവശ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി കോളേജ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല ഇനി ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ എളുപ്പമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിനുള്ള പണവും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വരും. സർക്കാർ തന്നെ തുടങ്ങണമെന്നില്ല, സ്വകാര്യ മേഖലയിൽ അതുപോലെ ഒരു സ്വാശ്രയ കോളേജ് ആയിട്ട് ആരംഭിച്ചാൽ മതിയാവും. തീർച്ചയായിട്ടും അതിന് ശബരിമലയുടെ പേരിലാകുമ്പോൾ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ഒന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ സംവിധാനങ്ങളോടും കൂടി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കാം. ഒരു 100 കിടക്കകളുള്ള ഒരു മെഡിക്കൽ കോളേജ്. എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ 100 കിടക്കകൾ പോരാ, എണ്ണം കൂടുതൽ വേണമെന്ന് തോന്നുന്നു. എന്തായാലും മിനിമം മെഡിക്കൽ കൗൺസിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് ഉപകാരം, പത്തനംതിട്ട ജില്ലയ്ക്കും അത് ഉപകാരം, അത് വലിയ കാര്യമാണ്. പത്തനംതിട്ട കൊല്ലം ജില്ലകൾക്ക് വലിയ ഉപകാരമാകും. അതുപോലെ മുന്നോട്ട് വെച്ചത് വെറും ഒരു ആരാധനാലയത്തിന്റെ മാത്രമല്ല കേരളത്തിലുടനീളം സാംസ്കാരിക ബിംബങ്ങളെ, സാംസ്കാരിക നായകന്മാരെ, സാംസ്കാരികമായിട്ടുള്ള ചില ബിംബങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും വികലമാക്കാനും അത് മോശപ്പെടുത്തിയിട്ടുള്ള ശ്രമങ്ങളുണ്ട്. എഴുത്തച്ഛനല്ലോ ആ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഏതോ പിന്നെ പറങ്കികളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷുകാരും ഒക്കെയാണ് ഇപ്പം മലയാള ഭാഷയുടെ പിതാവ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ വരെ പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ആ മാനബിന്ദുക്കളെ തിരിച്ചെടുക്കുകയും നിലനിർത്തുകയും അത് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുമാരനാശാന്റെ വീട് കയ്യേറി മത്സ്യവിപണന കേന്ദ്രം ആരംഭിക്കാനുള്ള വലിയ വാർത്തയാണ്. അത് നടക്കില്ല എന്നുള്ള കാര്യം അത് കൃത്യമായി തന്നെ പറയുന്നു. തറവാട് വീട് കുടുംബസ്വത്ത് സംരക്ഷിക്കാനുള്ള നീക്കമുണ്ട്. അവിടുത്തെ പഞ്ചായത്ത്, ഇടതുപക്ഷം ഭരിച്ചിരുന്ന പഞ്ചായത്ത് ചെയ്ത ചതിയാണ്, പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത ചതിയാണ്. അതിനെ അതിന് സമീപമുള്ള ഭൂമി വിറ്റു. ഇത് ശരിക്കും അവകാശികളില്ലാതെ പഞ്ചായത്തിന്റെ കൈവശം, സർക്കാരിന്റെ കൈവശം വന്നതാണ്. അതിന്റെ ഒരു ഭാഗം വിറ്റ് കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ വീടും പുരയിടവും ഒക്കെ. അത് കയ്യേറി.
അത് കയ്യേറിയിട്ട് അവിടെ മത്സ്യ മാർക്കറ്റ് തുടങ്ങാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളിന്റെ തറവാട്, കേരളത്തിന്റെ എന്താ പറയാ മഹാകവികളിൽ ഒരാളായ കുമാരനാശാന്റെ വീട് കയ്യേറി. ഇത് എനിക്കൊരു ഒരു വലിയ സങ്കടമുള്ള കാര്യം. SNDP യോഗവും NSS ഇതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊന്നും വെള്ളാപ്പള്ളി നടേശൻ മാത്രം എന്തോ പ്രതികരിച്ചു. ശിവഗിരി മഠം പോലും ഈ വിഷയത്തിൽ ഇടപെടണം. മറ്റൊരു പ്രശ്നം നേരിടുന്ന കാലടി സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ശങ്കരാചാര്യ ദർശനങ്ങളെ കാലടി ശങ്കരാചാര്യർ സംസ്കൃതം എന്നൊക്കെ കേട്ടാൽ ദഹിക്കാത്ത ഒരു കൂട്ടർ 10 വർഷം ഭരിച്ചപ്പോ ഉണ്ടായ ഏറ്റവും വലിയ ദോഷം ആ കാലടി സർവകലാശാലയെ അനുകൂലികളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇടത്തെ പോലെയുള്ള ആൾക്കാരെ അവിടെ എങ്ങനെയാണ് ശങ്കരാചാര്യ ശങ്കര ദർശനങ്ങളെ നിരന്തരം അവഹേളിക്കുകയാണെന്ന തരത്തിലാണ് അവരുടെ അദ്വൈത വേദാന്തത്തെ പഠിപ്പിക്കാനോ അത് പ്രചരിപ്പിക്കാനോ ഉള്ള യാതൊരു സാഹചര്യവും അവിടെ ഉണ്ടാകാത്ത വിധത്തിൽ അത് നമ്മുടെ എല്ലാ തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജ് ഉൾപ്പെടെ അവിടെയൊക്കെ എന്തെല്ലാം കേന്ദ്രമാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഗുണ്ടകളുടെ കേന്ദ്രം. അത് വളരെ ഗുണ്ടകൾ മാത്രമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പോലില്ല. നമുക്ക് ആ വഴി കൂടെ പോകാൻ പറ്റാത്ത അനാശാസം നടക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയങ്ങളിൽ വളരെ ഗൗരവമായി അതിഗൗരവമായി 100% ശരിയാണ് പറയുന്ന ഓരോ കാര്യങ്ങളും. സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ കെ മുരളീധരനാണ് ദേവസ്വം മന്ത്രി. അപ്പൊ അദ്ദേഹം ഒരു നല്ല വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ എടുക്കാൻ സാധിക്കും. അത് ഈ സർക്കാരിന് വലിയ മുതൽക്കൂട്ടാവും. പ്രത്യേകിച്ചും സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഈ കള്ളന്മാരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം.